ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഒരു സിംഗിൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് കാറ് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗിൽ ഇതാണ് ആ ബട്ടൺ. ഏതാണ് ആ ബട്ടൺ? ഇതാണ് ആ ബട്ടൺ. ഓക്കെ. ഇതാണ് നമ്മുടെ ക്രൂയിസ്, റെസ്യൂം, ക്യാൻസൽ ബട്ടൺ. അപ്പോൾ ഇതിന് 2 തരം മോഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്കിങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ടോഗിൾ ചെയ്യാം, താഴത്തേക്കും ടോഗിൾ ചെയ്യാം. പിന്നെ ഉള്ളത് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ പ്രസ് ചെയ്യാം ഉള്ളിലേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബട്ടൺ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഇതെങ്ങനെയാണ് ഈ ക്രൂയിസ് ഓൺ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പലർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ബട്ടൺ കണ്ടോ? ഇതാണ് നമ്മുടെ ക്രൂയിസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്ന് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ. അതായത് ഇവിടെ സ്ക്രീനിൽ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അതെ, ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഇത് കണ്ടോ, അവിടെ ക്രൂയിസ് ഓൺ ആയി. അവിടെ ഒരു ഗ്രീൻ കളറിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻഡിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൂയിസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബട്ടൺ നമുക്ക് മേളിലേക്കോ താഴത്തേക്കോ ഇങ്ങനെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്പീഡിലാണോ പോകുന്നത് ആ സ്പീഡിലേക്ക് നമ്മുടെ വണ്ടി ക്രൂയിസ് സെറ്റാവും. അപ്പോൾ അങ്ങനെയാണ് ഈ ബട്ടൺ ഇങ്ങനെ ടോഗിൾ ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ആവുന്നത്. കൂടാതെ വൺസ് ഇപ്പോൾ 50 km/h പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മേളിലേക്ക് നമ്മൾ ടോഗിൾ ചെയ്ത് 50-ൽ ക്രൂയിസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രൂയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ബട്ടൺ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്തു. ഓക്കെ, ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് എന്ത് പറ്റും, ക്രൂയിസ് ക്യാൻസലാവും. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് ക്യാൻസലാവും. അപ്പോൾ എന്ത് പറ്റും, 50-ലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, റീജൻ ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, റീജൻ ഓഫ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഫ്രീ ആയിട്ട് റോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കൂടി വരും, കയറ്റമാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറഞ്ഞു വരും. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ വീണ്ടും ഇപ്പോൾ 50-ൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി 40-ലേക്ക് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് സ്പീഡ് എടുത്ത് 50-ലേക്ക് കയറി വരും. ഇനി ഈ ക്രൂയിസ് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ആ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റീജൻ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ റീജൻ 1 ആണ് ഇട്ടേക്കുന്നത്. ഇവിടെ കണ്ടോ. അപ്പോൾ ഇത് റീജൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീജൻ 2 ആവും, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 ആവും. അപ്പം നമ്മൾ റീജൻ 1 ഇട്ടിട്ടാണ് ക്രൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ക്രൂസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, ഈ 50-ൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, റീജൻ 1 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മളിവിടെ റെസ്യൂം ക്യാൻസൽ ബട്ടൺ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രൂയിസ് ക്യാൻസലാവും. എന്നിട്ട് ഈ റീജൻ 1 അനുസരിച്ച് വണ്ടി സ്ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ റീജൻ 3 ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, സഡൻ ആയിട്ട് ഡീസലറേറ്റ് ചെയ്ത് വരും. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് തിരിച്ച് നേരെ കയറി ആ സ്പീഡിലേക്ക് കയറും. അങ്ങനെ ക്രൂയിസ് റെസ്യൂം ചെയ്ത് പോകും. പിന്നെ ക്രൂയിസ് മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഈ ബട്ടൺ യൂസ് ചെയ്താണ് കേട്ടോ ഞാനിപ്പോൾ ഓടിക്കുന്നത്. ഇതിൻ്റെ പണി പെട്ടെന്ന് തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മാത്രമാണ് എനിക്കൊരു പേടിയുള്ളൂ. പിന്നെ ക്രൂയിസിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 km സ്പീഡിൻ്റെ മേളിൽ മാത്രമേ ക്രൂയിസ് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ക്രൂയിസ് വർക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ക്രൂയിസിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്രൂയിസ് ചെയ്ത് പോവാണ് 50-ൽ, അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞ് 30-ൻ്റെ താഴെയായിട്ട് വീണ്ടും ഇത് പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം തിരിച്ച് വീണ്ടും സ്പീഡ് കയറി 50-ലേക്ക് വരില്ല. 30 വരെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30-ക്ക് മുന്നേ ആണ്, 30, 31, 32 ആ റേഞ്ചിലൊക്കെ ആണെന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചത് 50-ലേക്ക് കയറിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ ഓടിക്കണമെന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിനകത്ത് ബട്ടൺ മാത്രം പ്രസ് ചെയ്തുകൊണ്ട് വണ്ടി എങ്ങനെ ഓടിക്കണമെന്ന് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രൂയിസ് ഫംഗ്ഷൻ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ക്രൂയിസ് ബട്ടൺ ഓൺ ചെയ്യും. കണ്ടോ, ക്രൂയിസ് ഓൺ എഴുതി കാണിക്കുന്നുണ്ടോ, ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്പീഡ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഏത് സ്പീഡിലാണോ പോകുന്നത്, അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ മേളിലേക്കും താഴത്തേക്കും ഇങ്ങനെ നമുക്ക് പ്രസ് അല്ല, ശരിക്കും ടോഗിൾ ചെയ്യുക, അതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ഇങ്ങനെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്പീഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്പീഡ് 53 ആയതുകൊണ്ട് 53-ലേക്കാണ് സെറ്റായത്. ഇത് താഴത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ അത് സ്പീഡ് കുറഞ്ഞു വരും. 2 km/h വെച്ചിട്ട് കുറഞ്ഞു വരും. ഇത് മുകളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടി വരും. ഓക്കെ, ഇനി ഇപ്പോൾ ക്രൂയിസിനകത്ത് നമ്മൾ സ്പീഡ് സെറ്റ് ചെയ്ത് വണ്ടി ആ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ റീജൻ ഇപ്പോൾ ഓൾറെഡി 1 ആണ് കിടക്കുന്നത് കേട്ടോ, റീജൻ 1-ലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഈ ബട്ടൺ ജസ്റ്റ് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്രൂയിസ് ഫംഗ്ഷൻ ഓഫായിട്ട് ഏത് റീജനിലാണോ കിടക്കുന്നത് ആ റീജൻ്റെ എഫക്റ്റ് വരും. നോക്കിയോ, ഇവിടെ നിന്ന് പ്രസ് ചെയ്തു കണ്ടോ, ഇപ്പോൾ വിത്ത് റീജൻ
വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പെഡലൊന്നും യൂസ് ചെയ്തില്ല. വീണ്ടും ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ആ ക്രൂയിസിൻ്റെ സ്പീഡിലേക്ക് പോയി. ഞാൻ ഒന്നും കൂടെ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ സ്പീഡ് കുറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ക്രൂയിസ് ചെയ്യുന്ന സ്പീഡിലേക്ക് അത് പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു സിംഗിൾ ബട്ടൺ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കാർ ഓടിക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പെഡൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പെഡൽ എൻ്റെ കാല് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു ഫ്രണ്ടിൽ വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്രേക്ക് ചവിട്ടാൻ റെഡി ആയിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഈ ഒരു 50 km/h അല്ലെങ്കിൽ 40-45 km/h സ്പീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ബട്ടൺ വെച്ച് മാത്രം ഓടിക്കാൻ പറ്റും, ഇതേപോലെയുള്ള ഹൈവേയിൽ പോലും. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു കർവ് വരുമ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഓൺ അടിച്ചാൽ ഇപ്പം ഇവിടെ ഒന്നും ക്രൂയിസ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ വരുന്ന സ്പീഡിൽ തന്നെ പൊക്കോളും. പിന്നെ EV ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഹോൺ അടിച്ചില്ലെങ്കിൽ ഈ സ്കൂട്ടറുകാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മൾ വരുന്നുണ്ടെന്നുള്ളത്. അത് മാത്രമാണ് ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ആദ്യത്തെ 2 ദിവസം എനിക്ക് ഒരു ചെറിയ പ്രശ്നമായിരുന്നു. കാര്യം നമ്മൾ ഈ ഡീസൽ വണ്ടി ഓടിച്ചിട്ട് വണ്ടി വരുമ്പോൾ തന്നെ സൗണ്ട് ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ സ്കൂട്ടറുകാരുടെ അടുത്ത് പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഇത് ക്രൂസിലാണ് പോകുന്നത്. ഇപ്പോൾ ഈ 52-53 സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഗ്രേഡിയൻ്റ് അനുസരിച്ച് മേളിലേക്ക് താഴത്തേക്ക് പോകും. ഞാൻ ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്യാണ്. ഒന്ന് പ്രസ് ചെയ്തു, ഓഫ് ചെയ്തു, സ്പീഡ് കുറഞ്ഞു, വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്തു, വീണ്ടും നമ്മുടെ ആ 53 എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്തേക്കുന്ന സ്പീഡിലേക്ക് ഇവൻ കൊണ്ടുപോവാണ്. ഇനി ആ ഒരു കർവ് വരുന്നുണ്ട്, അവിടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ പക്ഷേ സ്പീഡ് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. 53 എന്ന് പറഞ്ഞാൽ വലിയ സ്പീഡില്ല, സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്പീഡാണിത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരൊറ്റ ബട്ടൺ വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. ഇത് അടിപൊളി ഫങ്ഷൻ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ബട്ടണും സ്റ്റിയറിംഗും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാം. അടിപൊളിയല്ലേ? ഇവിടെ ഞാൻ ജംഗ്ഷൻ ആയതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീജൻ വെച്ച് ചെറിയ ബ്രേക്കിംഗ് വന്നു. വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്പീഡിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ റോഡിൽ വണ്ടി ഓടിക്കാറ്. ജസ്റ്റ് ഈ ബട്ടണും സ്റ്റിയറിംഗും വെച്ച് മാത്രമാണ് ഓടിക്കാറ്. വണ്ടി നിർത്തേണ്ട ആവശ്യമുള്ളപ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് നമ്മൾ വീണ്ടും ഒന്ന് ആക്സിലറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴോ മാത്രമേ നമ്മൾ പെഡൽസ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ മാത്രം മതി. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ഈ ബട്ടൺ മതി, ആക്സിലറേറ്റ് ചെയ്യാൻ ഈ ബട്ടൺ മതി, പിന്നെ ക്രൂയിസ് ചെയ്ത് അതേ സ്പീഡിൽ പോകാനും ഈ ബട്ടൺ മതി. പിന്നെ ഇതിനകത്ത് ക്രൂയിസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 30 km/h മുകളിൽ മാത്രമേ ഈ ക്രൂയിസ് ബട്ടൺ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്, സ്പീഡ് പറഞ്ഞ് 30യുടെ താഴെ ആയെന്ന് വിചാരിച്ചോ, വീണ്ടും നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വണ്ടി പിന്നെ ക്രൂയിസ് ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ 30 km/h മുകളിലാണെങ്കിൽ മാത്രമേ ഈ ക്രൂയിസ് ഫങ്ഷൻ ആക്റ്റീവ് ആവുകയുള്ളൂ. നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേളിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 61ലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇച്ചിരി നല്ല റോഡാണ്, വീതിയുണ്ട്, വണ്ടികളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ 61 ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 61ലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഇറക്കമാണെന്നുണ്ടെങ്കിൽ 61ൻ്റെ കുറച്ച് മേളിൽ പോവും, കയറ്റമാണെന്നുണ്ടെങ്കിൽ 61ൻ്റെ കുറച്ച് താഴെയാവും. അപ്പോൾ ആ റേഞ്ചിലാണ് ഇവൻ്റെ ക്രൂയിസ് വർക്ക് ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ആ 61 തന്നെ പിടിച്ച് പോവുകയല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഞാൻ സ്പീഡ് കൂടിയെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ബ്രേക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാൻ റീജൻ 1 ഇട്ടുകൊണ്ടാണ് കേട്ടോ ഈ ബ്രേക്കിങ്. ഇപ്പോൾ റീജൻ 3 ഇടുവാണെങ്കിൽ അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ റീജൻ 1 എടുത്തോണ്ടാണ് കേട്ടോ ഈ ഒരു ബ്രേക്കിങ്. ഞാനിപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മതി. ജംഗ്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ, ഞാനിവിടെ റീജൻ 3യിലേക്ക് ഇട്ടു കേട്ടോ. എനിക്കിവിടെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. റീജൻ 3യിലേക്ക് ഇട്ടു. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ 51ലാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും വരുന്ന ബ്രേക്കിംഗ് നോക്കിക്കോട്ടോ. കണ്ടോ, സഡനായിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതാണ് റീജൻ 3യിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സഡനായിട്ട് ബ്രേക്കിംഗ് വരും. അപ്പോൾ നമ്മൾ ക്രൂയിസ് ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റീജനിലാണോ കിടക്കുന്നത് അത്രയും ബ്രേക്കിംഗ് വരും. പക്ഷെ അത്രയും ബ്രേക്കിംഗ് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റീജൻ ഓഫ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ റീജൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീജൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓഫ് ചെയ്തു, ക്രൂയിസ് ഓഫ് ചെയ്തു. ഇപ്പോൾ കയറ്റമായതുകൊണ്ട് വളരെ ചെറിയ സ്പീഡിൽ, അതായത് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറഞ്ഞു പോവാണ്.
അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അങ്ങനെ അങ്ങ് റോൾ ചെയ്ത് പൊക്കോളും വണ്ടി. അപ്പോൾ ഇതാണ് ആ പരിപാടി. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളിയല്ലേ? നിങ്ങളിങ്ങനെ ഓടിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിതൊരു പുതിയ അറിവായിരുന്നു എന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ